അത്യാവശ്യം നല്ല രീതിയിൽ കേക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടോളാം. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേക്കൊക്കെ ചെയ്യുന്നത്, അതായത് കുറച്ച് നാളുകൊണ്ട് കേക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് ഓർഡറൊക്കെ എങ്ങനെ ചെറുതായിട്ട് കിട്ടി തുടങ്ങി അങ്ങനെ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ക്വയർ കേക്ക് എനിക്ക് ഓർഡർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഈ സ്ക്വയർ കേക്കിൻ്റെ എഡ്ജൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുന്നതെന്നൊക്കെ. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ടെൻഷനാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഏത് കാര്യവും നമ്മൾ പ്രാക്ടീസിൽ കൂടെയാണല്ലോ ശരിയാക്കി എടുക്കുന്നത്. അതുപോലെ നമ്മൾ കുറേ ചെയ്ത് വരുമ്പോഴത്തേക്കും അതും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇതേപോലെ ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്ന് സൂക്ഷിച്ച് ഒരു 10 മിനിറ്റ് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ക്രംസ് ഒന്നും പുറത്തില്ല, നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ ആദ്യം ഈ 4 വശത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ താഴെ നിന്ന്, അതായത് ബോർഡിൽ നിന്ന് മുകളിലേക്ക് ഒരു 3-4 ലൈനും കൊടുക്കുന്ന പോലെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ ചെയ്യുന്ന സമയത്ത് ഈ ക്രീം ഇങ്ങനെ അവിടെ കുറവായിരിക്കും. നമ്മൾ എങ്ങനെ ചെയ്തെടുത്താലും ആ ഭാഗത്ത് കുറവായിട്ട് വരും ക്രീം. അപ്പോൾ ആദ്യം ഞാനിവിടെ 4 വശത്തും ഇതേപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് അങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത് പഠിച്ചിട്ടുള്ളത്, അന്ന് ഞാൻ ചെയ്ത് പഠിച്ചിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇപ്പം ഞാൻ ഇങ്ങനെയൊന്നുമല്ല, സാധാരണ ക്രീം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ പ്രാക്ടീസ് വന്നതിന് ശേഷമാണ്. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ചെയ്ത് ശീലിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ 4 വശത്തും ഇതേപോലെ ക്രീം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഓരോ ലൈൻ പോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും ഈ സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതേപോലെ കൊടുത്തതിന് ശേഷം മുകൾ വശം ആദ്യം നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സൈഡ് വശത്തൊന്നും ഇപ്പോൾ തൊടേ വേണ്ട. കേക്കിൻ്റെ ടോപ്പ് വശം നല്ല രീതിയിൽ ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ലെവൽ വരുത്തിയെടുക്കുക. ഒരു വശത്തേക്ക് മാത്രം ചെയ്ത് കൊടുക്കരുത്. 4 വശവും ഇതേപോലെ ഇങ്ങനെ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ വശവും ഒരുപോലെ ആക്കി കൊടുക്കണം. എന്നാൽ അല്ലെങ്കിൽ സെൻറ്ററിൽ മാത്രം ക്രീം നിന്നിട്ട് ഓരോ വശങ്ങളും ഇങ്ങനെ താഴ്ന്നു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ 4 വശവും ഇതേപോലെ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡ് വശത്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ആ ഒരു എൻഡുണ്ടല്ലോ 4 വശങ്ങളും, ആ 4 വശത്തും ആ 4 മൂലകളിലും നമ്മൾ പാലറ്റ് നൈഫ് ഇപ്പോൾ ടച്ച് ചെയ്യരുത്. അങ്ങനെ തന്നെ നീളത്തിൽ അങ്ങ് പോയി അങ്ങ് നമ്മൾ ആ വശത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, അത് നീളത്തിൽ അങ്ങനെ അങ്ങ് ചെയ്തെടുക്കണം. അവിടെ ഇരിക്കുന്ന ക്രീം എടുക്കാനോ ഒന്നിനും പാടില്ല. ആ ഒരു സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നീളത്തിൽ അങ്ങനെ അങ്ങ് തേച്ചങ്ങ് വിട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും, അതങ്ങനെ തേച്ചങ്ങ് വിട്ട് കൊടുക്കുക. അവിടെ നിന്ന് നമുക്ക് ക്രീം എടുത്ത് മാറ്റരുത്. 4 വശവും അതേപോലെ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തോന്നുമെന്നറിയാമോ, അതിൻ്റെ നടുക്ക് വശം ഇങ്ങനെ കുഴിഞ്ഞിട്ടും ആ എൻഡുകളിൽ, അതായത് ആ എൻഡ് ഭാഗത്ത് ക്രീം 4 മൂലകളിലും ക്രീം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട്, ബാക്കി വശങ്ങൾ അകത്തോട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതങ്ങനെ തന്നെ ഇരുന്നോട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ബാക്കി എല്ലാം ക്ലിയർ ചെയ്ത് എടുത്തതിന് ശേഷം അവിടെയും നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്രീം നമ്മളിങ്ങനെ എടുത്ത് മാറ്റുന്നതാണ്. അപ്പോൾ ആ 4 വശവും ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ടച്ച് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് നീളത്തിലിങ്ങനെ പാലറ്റ് നൈഫ് അങ്ങനെ തേച്ചങ്ങ് വിട്ട് കൊടുക്കണം. അത് അവിടെ ടച്ച് ചെയ്ത് അവിടെ നിന്ന് ക്രീം എടുക്കാൻ നിൽക്കരുത്. അങ്ങനെ നീളത്തിൽ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് അതിൻ്റെ ഓരോ മൂലകളും ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഇരിക്കുന്ന ക്രീം ആവശ്യത്തിനുള്ളത് കറക്റ്റ് ആ ഒരു ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ളത് അവിടെ നിൽക്കും. ബാലൻസ് പാലറ്റ് നൈഫിൻ്റെ കൂടെ ഇങ്ങ് വന്നോളും. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് ആ മുകൾ വശത്തേക്കും അതേപോലെ തന്നെ ഇങ്ങ് വന്ന് നിൽക്കും. ആ മൂലകളിൽ കറക്റ്റ് നിന്നതിന് ശേഷം ബാലൻസ് വരുന്നത് ഇങ്ങനെ വന്ന് നിൽക്കും. അത് നമ്മൾ കുറച്ച് നേരം നിന്ന് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാലറ്റ് നൈഫ് കൊണ്ട് 2 വശത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ആ ഒരു ലൈന് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ചെയ്യണം. ആ ലൈന് വിട്ടു പോകാൻ പാടില്ല. അതല്ലെങ്കിൽ നമ്മളങ്ങനെ പാലറ്റ് നൈഫ് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ റൗണ്ടായിപ്പോവും. നമുക്ക് അങ്ങനെ പാടില്ല. ആ ഒരു എൻഡിലെ ആ ഒരു ലൈൻ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടായിരിക്കണം ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞു തരുന്നേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിങ്ങനെ
പാലറ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ക്രീം ഇങ്ങനെ വരും. അത് നമ്മളെടുത്ത് മാറ്റി കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ രണ്ട് വശത്തേക്കും ഇങ്ങനെ നീളത്തിനൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്റർ എന്തായാലും ക്ലിയർ ആക്കി വെച്ചൊക്കെയാണല്ലോ. അപ്പോൾ അതേ അളവിൽ തന്നെ ബാക്കി വശവും അതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രണ്ട് വശത്തേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ക്രീമിങ് വരും. അവിടെ ആ ലൈൻ കറക്റ്റ് അങ്ങനെ തന്നെ നിന്നോളൂ. ഇപ്പം നമ്മൾ ആ മുകൾ വശത്തിരിക്കുന്ന ക്രീം ഒന്നും എടുക്കാൻ നിൽക്കേണ്ട, അത് അങ്ങനെ തന്നെ നിർത്തിക്കോട്ടെ. ആദ്യം നമ്മൾ മുകൾ വശം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് സൈഡിലേക്ക് വന്നത്. ഇനി സൈഡ് വശം ക്ലിയർ ചെയ്യുന്ന സമയത്ത് മുകൾ വശത്തേക്ക് നമ്മൾ തൊടേ ചെയ്യരുത്. കാരണം അവിടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവസാനം നമുക്ക് അവിടുത്തെ ബാക്കി വന്നിട്ടുള്ള ക്രീം എടുത്ത് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഒരു സൈഡ്, അതായത് ആ 4 മൂലകൾ മാത്രം നല്ല രീതിയിലൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. അവിടെ ഇതേപോലെ എന്തെങ്കിലും ക്രീം കുറവായിട്ട് തോന്നണമെങ്കിൽ അവിടെ നമ്മൾ ക്രീം വെച്ച് കൊടുക്കണം. കാരണം അവിടെ നമ്മൾ ക്രീം എടുത്ത് മാറ്റാനുള്ളതാണെങ്കിൽ പോലും അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അവിടുത്തെ ബാലൻസ് വരുന്നത് എടുക്കാവൂ. അല്ലാതെ ആ ഇരിക്കുന്ന ക്രീമിലേക്ക് ആ സൈഡിൽ നിന്ന് തന്നെ എടുത്ത് വെച്ച് കൊടുക്കരുതേ. ബാക്കി നമ്മൾ ബൗളിനകത്ത് നിന്ന് തന്നെ ക്രീം എടുത്ത് അതിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ക്ലിയർ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ മുകൾ വശം തൊടാൻ പാടില്ല, നല്ല രീതിയിലൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ സ്ക്വയർ കേക്ക് ചെയ്യാൻ എന്തായാലും എല്ലാവർക്കും ഒരു ടെൻഷനാണ്. കാരണം ഞാനും ഒക്കെ ആദ്യമായിട്ട് കേക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ കേക്ക് ചെയ്യണമെന്ന് കസ്റ്റമർ പറയുമ്പോൾ നല്ല ടെൻഷനാണ്. നമുക്ക് ആ ഒരു എഡ്ജ് ശരിയാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതേസമയം റൗണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തെടുത്ത് നമുക്ക് ഓയിൽ ബ്രഷ് കൊണ്ടുള്ള ഡിസൈനോ പാലറ്റ് നൈഫ് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈനോ ഒക്കെ കൊടുത്ത് നമുക്കത് ക്ലിയർ ആക്കി എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഈ റൗണ്ടല്ലേ, അതാകുമ്പം റൗണ്ടിനങ്ങ് നമ്മൾ ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്ക്രാപ്പറും കൂടെ കൊടുക്കുമ്പോൾ ഏകദേശം അങ്ങ് ക്ലിയറായി വന്നോളും. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്നൊക്കെ നല്ല ടെൻഷനായിരുന്നു ചെയ്യുമ്പോൾ. കസ്റ്റമർ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഒന്നും പറയാൻ പറ്റാതെ ആ ഓർഡർ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണല്ലോ. അതനുസരിച്ചിട്ട് ഇതേപോലെയൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കില്ല. ഓർഡർ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ എടുക്കുക തന്നെ ചെയ്യണം. നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ബുദ്ധിമുട്ട് തോന്നും. കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് ഈ സ്ക്വയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നങ്ങനെ പാടാണ് എന്ന് വിചാരിച്ച് ചെയ്തതുകൊണ്ടായിരിക്കും ഇന്ന് സ്ക്വയർ കേക്കിൻ്റെ ഓർഡർ കസ്റ്റമർ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കുകയുള്ളൂ. അല്ലാതെ കസ്റ്റമർ കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ കേക്ക് ചെയ്ത് തരട്ടെ എന്ന് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും നമുക്ക് ആ ഒരു സ്ക്വയർ കേക്ക് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്നത് കൊണ്ടായിരിക്കും ഇപ്പോഴും അതൊരു ബുദ്ധിമുട്ട് പോലെയാണ്. എന്നിട്ട് ഇതേപോലെ നമുക്ക് മുകളിൽ വന്നിട്ടുള്ള ക്രീമിന് നമ്മളിങ്ങനെ അങ്ങ് കറക്റ്റ് ആ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് അതിങ്ങനെ വടിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു രൂപ ആയില്ലേ. അപ്പോൾ ആ 4 വശങ്ങളും ക്ലിയറായി വന്നിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ക്രീം നമ്മളിങ്ങനെ എടുത്ത് മാറ്റി അതിൻ്റെ മുകൾ വശവും ഏകദേശം ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ക്രീം ആകാതിരിപ്പുണ്ടെങ്കിൽ നമ്മളങ്ങനെ പാലറ്റ് നൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ ക്രീമൊന്ന് കുറഞ്ഞു വരും. അതൊന്നും കുഴപ്പമില്ല. വീണ്ടും ക്രീം ഇട്ട് കൊടുത്ത ശേഷം ആ ഒരു ലൈൻ അങ്ങനെ തന്നെ നിങ്ങൾ നിർത്തിക്കോളണം. എനിക്കതാണ് ഒന്നാമത് പറയാനുള്ളത്. ആ ലൈനിൽ ടച്ച് ചെയ്ത് അവിടെ ഒരു റൗണ്ട് പോലെ ആക്കി കളയരുത്. അതാണ് നമ്മളെ കേക്കിനൊരു ഭംഗിക്കുറവ് വരുന്നത്. ഈ ലൈൻ, ഈ 4 മൂലകളിൽ ഈ ലൈൻ അങ്ങനെ തന്നെ നിന്നാലേ ആ ഒരു കേക്ക് കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു സ്ക്വയർ കേക്ക് കാണാൻ ഒട്ടും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ വീണ്ടും സൈഡ് വശത്തൊന്നും ടച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ മുകൾ വശം വീണ്ടും നല്ല രീതിയിലൊന്ന് നീറ്റാക്കി കൊടുക്കണം. ആദ്യം നമ്മൾ ചെയ്തതിന് ശേഷം ഇതേപോലെ വന്നിട്ടുള്ള ക്രീം എല്ലാം എടുത്ത് മാറ്റിയിട്ടല്ലോ. അപ്പോൾ അതിൻ്റെ വശങ്ങളിലൊക്കെ എന്തെങ്കിലും ക്രീം, വശങ്ങളിലല്ല മുകൾ വശത്ത് എവിടെയെങ്കിലും ക്രീമൊക്കെ ആകാനുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് വീണ്ടും നമ്മൾ ടോപ്പ് വശം വീണ്ടും ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. അല്ലാതെ ടോപ്പിലും ചെയ്ത് സൈഡിലും ചെയ്യാതെ വീണ്ടും ടോപ്പ് മാത്രം നീറ്റാക്കിയതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ സൈഡ് വശത്തേക്ക് പാലറ്റ് നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രാപ്പർ കൊണ്ടോ നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ എക്സസ് ആയിട്ടുള്ള ക്രീം ഇങ്ങനെ സൈഡിലേക്ക് പൊങ്ങി വന്ന് നിൽക്കും. അതിന് വീണ്ടും നമ്മളെടുത്ത് മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഏകദേശം ഇപ്പം തന്നെ ഏകദേശം ഒരു രൂപം വന്നിട്ടുണ്ട് കേക്കിൻ്റെ, ആ ഒരു സ്ക്വയർ കേക്കിൻ്റെ രൂപം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെയുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതാണ്ട് ഇതേപോലെ ഇങ്ങനെ ഒരു നീളത്തിലിങ്ങനെ നമ്മൾ നിൽക്കുന്ന വശത്തേക്ക് ഇങ്ങനെ അങ്ങ് വലിച്ചു കൊടുക്കണം. അവിടെ എത്തുമ്പോൾ നിർത്തിക്കളയൊന്നും ചെയ്യരുത്. അത് പുറത്തേക്ക് ഇങ്ങനെ വന്നതിന് ശേഷം പാലറ്റ് നൈഫ് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ സ്ക്രാപ്പർ മാറ്റി കൊടുക്കാവൂ. നീളത്തിലിങ്ങനെ വലിച്ചിങ്ങനെ എടുക്കണം. അല്ലാതെ അവിടെ എത്തുമ്പോൾ നിർത്തിക്കളയരുത്. അവിടെ നിർത്തിക്കളഞ്ഞാൽ നമുക്ക് ആ ഒരു പാലറ്റ് നൈഫിൻ്റെ അല്ലെങ്കിൽ സ്ക്രാപ്പറിൻ്റെയോ അടയാളം അവിടെ കാണുകയും ചെയ്യും. അവിടെ ആ ഒരു എഡ്ജ് ക്ലിയറാക്കി കിട്ടത്തുമില്ല. അപ്പോൾ ഓരോ വശം ഇതേപോലെ നമ്മൾ നിൽക്കുന്ന വശത്തേക്ക് നീളത്തിൽ ഇങ്ങനെ വലിച്ചങ്ങനെ എടുത്തു കൊടുക്കണം. അവിടെ നിർത്തിക്കളയല്ലേ. ഞാൻ ഒരുപാട് പ്രാവശ്യം കൊണ്ട് അത് പറയണം, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി പാലറ്റ് നൈഫ് കൊണ്ട്
നമുക്ക് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും കണ്ടില്ലേ ചെറുതായിട്ട് കുറച്ച് ക്രീം മാത്രം ഇങ്ങനെ മുകളിലേക്ക് വന്ന് നിൽപ്പുണ്ട്. അതും കൂടി എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഏകദേശം കേക്കിൻ്റെ ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കണം. നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാലും മതി, പറഞ്ഞുതരാം.